പ്രൈസ് ദ ലോർഡ്. നെഹമ്യാവിൻ്റെ പുസ്തകം 10-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 39 വരെയുള്ളതായ വേദവാക്യങ്ങൾ. മുദ്രയിട്ടവർ ആരെല്ലാം എന്നാൽ, ഹക്കല്യാവിൻ്റെ മകനായ ദേശാധിപതി നെഹമ്യാവ്, സിദെക്കിയാവ്, സെരായാവ്, അസരിയാവ്, ഇരമ്യാവ്, പശൂർ, അമരിയാവ്, മൽക്കിയാവ്, ഹത്തൂഷ്, ശബന്യാവ്, മല്ലൂക്ക്, ഹാരീം, മെരോമോത്ത്, ഒബദ്യാവ്, ദാനിയേൽ, ഗിനദോൻ, ബാരൂക്ക്, മെഷുല്ലാം, അബിയാവ്, മിയാബീൻ, മയസ്യാവ്, ബിൽഗായി, ശമിയാവ്, ഇവർ പുരോഹിതന്മാർ. പിന്നെ ലേവി റസന്യാവിൻ്റെ മകനായ യേശുവയും ഹെനാദാദിൻ്റെ പുത്രന്മാരിൽ ബെന്നൂവിയും കത്മിയേലും അവരുടെ സഹോദരന്മാരായ ശബന്യാവ്, ഹോദിയാവ്, കെലിത, പെലായാവ്, ഹാനാൻ, മീക്ക, രഹോവ്, ഹശബ്യാവ്, സക്കൂർ, ശെരബ്യാവ്, ശബന്യാവ്, ഹോദിയാവ്, ബാനി, ബെനീനു. ജനത്തിൻ്റെ തലവന്മാർ പാരോശ്, പഹത് മോവാബ്, ഏലാം, സധു, ബാനി, ബുന്നി, അസ്കാദ്, ബേബായി, അദോനിയാവ്, ഹിഗ്വായി, ആദീൻ, ആദേർ, ഇസ്കിയാവ്, അസൂർ, ഹോദിയാവ്, ഹാഷൂം, ബേസായി, ഹാരിഫ്, അനാദോത്ത്, നേബായി, അക്പ്രിയാസ്, മെഷുല്ലാം, ഹേസിർ, മെഷസ്ബേൽ, സാദോക്ക്, അദ്വ, പെലത്യാവ്, ഹനാനനായാവ്, ഹോശയ, ഹനന്യാവ്, ഹശൂബ്, ഹല്ലോഹെസ്, പിൻഹ, ശോബേക്ക്, രഹൂം, ഹസ്ബന, മയാസയാവ്, ഹിയാവ്, ഹനാൻ, ആനാൻ, മലൂക്ക്, ഹാരീം, ബേന എന്നിവർ തന്നെ. ശേഷം ജനത്തിൽ പുരോഹിതന്മാരും ലേവ്യരും വാതിൽ കാവൽക്കാരും സംഗീതക്കാരും ദൈവാലയദാസന്മാരും ദേശത്തെ ജാതികളോട് വേർപെട്ടു ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെങ്കിലേക്ക് തിരിഞ്ഞു. വന്നവരൊക്കെയും അവരുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരുമായി പരിജ്ഞാനവും തിരിച്ചറിവുമുള്ള ഏവരും ശ്രേഷ്ഠന്മാരായ തങ്ങളുടെ സഹോദരന്മാരോട് ചേർന്ന് ദൈവത്തിൻ്റെ ദാസനായ മോശെ മുഖാന്തരം നൽകപ്പെട്ട ദൈവത്തിൻ്റെ ന്യായപ്രമാണമനുസരിച്ച് നടക്കുമെന്നും ഞങ്ങളുടെ കർത്താവായ യഹോവയുടെ സകല കൽപ്പനകളും വിധികളും ചട്ടങ്ങളും പ്രമാണിച്ച് ആചരിക്കുമെന്നും ഞങ്ങളുടെ പുത്രിമാരെ ദേശത്തെ ജാതികൾക്ക് കൊടുക്കുകയോ ഞങ്ങളുടെ പുത്രന്മാർക്ക് അവരുടെ പുത്രിമാരെ എടുക്കുകയോ ചെയ്യുകയില്ലെന്നും ദേശത്തെ ജാതികൾ ശബത്ത് നാളിൽ ചരക്കോ യാതൊരു ഭക്ഷണ സാധനമോ വിൽപ്പാൻ കൊണ്ടുവന്നാൽ ഞങ്ങളത് ശബത്ത് നാളിലും വിശുദ്ധ ദിവസത്തിലും അവരോട് മേടിക്കുകയില്ല എന്നും 7-ാം ആണ്ടിനെ വിമോചന സംവത്സരമായും എല്ലാ കടവും ഇളച്ചു കൊടുക്കുന്നതായും പ്രമാണിക്കുമെന്നും ശബദവും സത്യവും ചെയ്തു. ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കാഴ്ചയപ്പത്തിനും നിരന്തര ഭോജനയാഗത്തിനും ശബത്തുകളിലെയും അമാവാസികളിലെയും നിരന്തര ഹോമയാഗത്തിനും ഉത്സവങ്ങൾക്കും വിശുദ്ധ സാധനങ്ങൾക്കും ഇസ്രായേലിനു വേണ്ടി പ്രായശ്ചിത്തമായി അർപ്പിക്കേണ്ടുന്ന പാപയാഗങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ എല്ലാ വേലയ്ക്കും വേണ്ടി ആണ്ടുതോറും ശെക്കേലിൽ 1/3 കൊടുക്കാമെന്നും ഞങ്ങളൊരു ചട്ടം നിയമിച്ചു. ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ യാഗപീഠത്തിന്മേൽ കത്തിപ്പാൻ ആണ്ടുതോറും നിശ്ചിത സമയങ്ങളിൽ പിതൃഭവനമായി ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ വിറക് വഴിപാട് കൊണ്ടുവരേണ്ടതിന് ഞങ്ങൾ പുരോഹിതന്മാരും ലേവ്യരും ജനവുമായിട്ട് ചീട്ടിട്ട് ആണ്ടുതോറും യഹോവയുടെ ആലയത്തിലേക്ക് ഞങ്ങളുടെ നിലത്തിലെ ആദ്യവിളവും സകലവിധ വൃക്ഷങ്ങളുടെയും സർവ്വഫലങ്ങളിലും ആദ്യഫലങ്ങളിലും കൊണ്ടു ചെല്ലേണ്ടതിനും ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പുത്രന്മാരിലും മൃഗങ്ങളിലുമുള്ള കടിഞ്ഞൂലുകളെയും ഞങ്ങളുടെ ആടുമാടുകളിലുള്ള കടിഞ്ഞൂലുകളെയും ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ അടുക്കൽ ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടു ചെല്ലേണ്ടതിനും ഞങ്ങളുടെ തരിമാവിൻ്റെയും മുതിർച്ച അർപ്പണങ്ങളുടെയും സകലവിധ വൃക്ഷങ്ങളുടെയും അനുഭവമായ വീഞ്ഞിൻ്റെയും എണ്ണയുടെയും ആദ്യഫലം ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ അറകളിൽ പുരോഹിതന്മാരുടെ അടുക്കലും ഞങ്ങളുടെ കൃഷിയുടെ ദശാംശം ലേവ്യരുടെ അടുക്കലും കൊണ്ടു ചെല്ലേണ്ടതിനും തന്നെ. ലേവ്യരല്ലോ കൃഷിയുള്ള നമ്മുടെ എല്ലാ പട്ടണങ്ങളിലും ദശാംശം ശേഖരിക്കുന്നത്. എന്നാൽ ലേവ്യർ ദശാംശം വാങ്ങുമ്പോൾ
അഹരോന്യനായൊരു പുരോഹിതൻ ലേവ്യരോടുകൂടെ ഉണ്ടായിരിക്കണം. ദശാംശത്തിൻ്റെ ദശാംശം ലേവ്യർ നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ ഭണ്ഡാരഗൃഹത്തിൻ്റെ അറകളിൽ കൊണ്ടു ചെല്ലണം. വിശുദ്ധ മന്ദിരത്തിൻ്റെ ഉപകരണങ്ങളും അതിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാരും വാതിൽ കാവൽക്കാരും സംഗീതക്കാരും ഇരിക്കുന്ന അറകളിലേക്ക് ഇസ്രായേൽ മക്കളിൽ ലേവ്യരും ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ഉദർച്ചാർപ്പണം കൊണ്ട് ചെല്ലണം. ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം ഞങ്ങൾ കൈവിടുകയില്ല.